കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സർട്ടിഫിക്കറ്റ് എടുക്കാനെത്തിയ നിധിയെ വീട്ടിൽ പിടിച്ചു നിർത്താനുള്ള ശ്രമത്തിലാണ് വീട്ടുകാർ. കാര്യം മനസ്സിലായ നിധിയും അമ്മേ, ഞാൻ സർട്ടിഫിക്കറ്റ് എടുക്കാനാണ് ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ അത് വിട് നിധി, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് നീയും ആലോചിക്കേണ്ട, ഞങ്ങളും സംസാരിക്കുന്നില്ല. നീ ഇനി വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. 5 ആണുങ്ങൾ മാത്രമുള്ള ആ വീട്ടിൽ താമസിക്കാൻ മാത്രം പാവമൊന്നും എന്റെ മോൾ ചെയ്തിട്ടില്ല. ഇനി എന്തു വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. മോളെ, നീ ചെയ്തത് എത്ര വലിയ തെറ്റാണെങ്കിലും അച്ഛനടക്കം ഞങ്ങൾ എല്ലാവരും ക്ഷമിക്കും. നീ ഇവിടെ ഞങ്ങളോടൊപ്പം നിന്നാ മതി. അങ്ങനെ ഒരു കല്യാണം നിനക്കങ്ങ് നടന്നില്ലെന്ന് വെക്ക് എന്ന് അമ്മ ഹേമ പറയുമ്പോൾ, എനിക്ക് നടന്ന കല്യാണത്തെക്കുറിച്ച് തർക്കിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. എനിക്ക് വലുത് എന്റെ കരിയറാ. അതിന് എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ്സും ID പ്രൂഫും വേണം. അതിനെന്താ മനസ്സിലാക്കാത്തത് എന്ന് നിധിയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. നിനക്ക് ജോലിക്ക് പോണം, അത്രയല്ലേ ഉള്ളൂ. അതിന് വേറെ എവിടെയും പോയി നിൽക്കേണ്ട കാര്യമില്ല, ഇവിടെ നിന്നാ മതി. ജോലി ഞങ്ങൾ സംഘടിപ്പിച്ചു തന്നോളാമെന്ന് രാജീവും പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, എനിക്കെന്റെ സർട്ടിഫിക്കറ്റ്സ് മാത്രം തന്നാ മതി എന്ന് നിധി പറയുമ്പോൾ, അതുമായി നീ ഇവിടുന്ന് പോവാൻ പോകുന്നില്ല. ഇനി മുതൽ നീ ഇവിടെ തന്നെ നിൽക്കണം, അതെന്റെ തീരുമാനാ എന്ന് രാജീവും ഉറപ്പിച്ചു പറയുമ്പോൾ നിധി സങ്കടത്തോടെ സാന്ദ്രയെ നോക്കുന്നുണ്ട്. ഹേമയും അവളുടെ അടുത്തേക്ക് വന്ന നിധി, ഇപ്പോഴും നീ ചെയ്ത തെറ്റ് പൊറുക്കാനും മറക്കാനും ഞങ്ങൾ തയ്യാറാ. വേറെ ഒരു വീട്ടിലും അതുണ്ടാവില്ലെന്ന് നീ ഓർത്തോ. നീ കാരണം വന്ന നഷ്ടങ്ങളെക്കുറിച്ച് നീ ഓർത്തിട്ടുണ്ടോ? അച്ഛൻ നേരിട്ട് ഇൻവോൾവ് ചെയ്യാത്തതുകൊണ്ട് മാത്രം ബിസിനസ്സിൽ നഷ്ടങ്ങൾ എത്രയാണെന്ന് നിനക്കറിയോ? നിന്റെ വിവാഹത്തിന് പൊടിച്ചത് എത്രയാണെന്നറിയോ? ശരി, പണത്തിന്റെ കാര്യമൊക്കെ വിട്. നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാൻ പറ്റാതായില്ലേ ഞങ്ങൾക്ക്? എന്നിട്ട് പോലും നിന്നോട് പൊറുക്കാനും നിന്നെ സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറായില്ലേ? അതിനപ്പുറം ഭാഗ്യം നിനക്ക് വരാനുണ്ടോ മോളെ? കഴിഞ്ഞത് മുഴുവൻ ഒരു പൊട്ട സ്വപ്നമായി കരുതി നീ അതെല്ലാം വെറുതെ വിട്ടേക്ക്. ഇനി എന്താ വേണ്ടതെന്ന് നിന്റെ അച്ഛൻ തീരുമാനിച്ചോളും. നീ എവിടേക്കും പോകുന്നില്ല, ഞങ്ങൾ തീരുമാനിച്ചോളും ഇനി നിന്റെ കാര്യമെന്ന് സന്തോഷത്തോടെ ഹേമ പറയുന്നത് കേട്ട് നിധിയും ആകെ അസ്വസ്ഥയാവുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി സൂര്യയ്ക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുന്നുണ്ട്. കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സൂര്യ ആ മെസ്സേജ് എടുത്ത് നോക്കുമ്പോഴേക്കും എവിടെ എത്തി എന്നുള്ളൊരു ചോദ്യം. റീച്ച്ഡ് എന്നൊരു റിപ്ലൈ അയച്ച് സൂര്യയും സന്തോഷത്തോടെ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അരുൺ നിധിയോടായി പറയുന്നുണ്ട്, നിധി, മറ്റാർക്കും കിട്ടാത്ത ഒരു ചാൻസാണ് നിനക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. എല്ലാം മറക്കാനും പൊറുക്കാനും ഞങ്ങളെല്ലാം തയ്യാറായതാ. ഇനി എന്താ വേണ്ടെന്ന് നീ തന്നെ തീരുമാനിക്കേ. ഉടനെ ഒരു മറുപടി വേണ്ട, ആലോചിച്ചു പറഞ്ഞാ മതി എന്നവൻ പറയുമ്പോൾ നിധി സാന്ദ്രയെ വിളിച്ച്, ഏട്ടത്തി സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കാമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ച് അമ്മയോടായി, ഇല്ലമ്മേ, എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. എന്റെ സർട്ടിഫിക്കറ്റ്സ് മാത്രം എനിക്ക് തന്നാ മതിയെന്ന് നിധി വാശി പിടിക്കുന്നുണ്ട്. അരുണും ദേഷ്യത്തോടെ, നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? നിനക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? മര്യാദയ്ക്ക് വീട്ടിലിരിക്കുന്നതാ നല്ലത് എന്ന് അവളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അരുൺ പറയുന്നുണ്ട്. നിധിയും ആകെ ടെൻഷനോടെ, എന്താ നിങ്ങൾ ഈ പറയുന്നേ? എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ പേടിയാവുക എന്ന് പറയുമ്പോൾ, ഞങ്ങളെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും നിനക്ക് പേടി. എന്നാ മുഴുക്കൊടിയനായ ഒരു തന്തയും അയാളുടെ 4 ആൺമക്കളുമുള്ള ആ വീട്ടിൽ നിനക്കൊരു പേടിയുമില്ല അല്ലേ എന്നവൻ ചോദിക്കുമ്പോഴേക്കും ഹേമയും, ആ വീടിനെ പറ്റി പറഞ്ഞു കേട്ട ശേഷം ഒരു നിമിഷം പോലും എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയില്ല. നീ തിരിച്ചു വന്ന ശേഷവും അതേ വീട്ടിലേക്ക് തന്നെ നിന്നെ തിരിച്ചയക്കാൻ ഞങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ മോളെ എന്ന് ചോദിച്ച് നിധിയുടെ അടുത്തേക്ക് വന്ന്, ഇല്ല, ഇനി നീ ഇവിടുന്ന് പോവില്ല, പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ, ഇല്ലമ്മേ, ഇത് വീണ്ടും എന്നെ ട്രാപ്പിലാക്കാനുള്ള ചതിയാ. എനിക്ക് തിരിച്ചു പോണം എന്ന് നിധിയും തീർത്തു പറയുന്നുണ്ട്. അരുൺ അപ്പോഴേക്കും രാജീവിന്റെ അടുത്തേക്ക് ചെന്ന്, കേട്ടില്ല അച്ഛാ, നമ്മളാണ് അവൾക്കിപ്പോ ചതിയന്മാര്, അവന്റെ വീട്ടുകാരല്ല എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. രമയും കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, ഒരിക്കൽ ജീവൻ പോയെന്ന് കരുതി തിരിച്ചു വന്നതാ നിന്റെ അച്ഛൻ ജീവനോടെ ഇരിക്കേണ്ടെന്നാണോ നിന്റെ ആഗ്രഹം? നിന്നെക്കുറിച്ചോർത്ത് എല്ലാ ദിവസവും ഞങ്ങള് ചത്ത പോലെ ജീവിക്കണോ? ഞങ്ങളെക്കാളും പ്രധാനം നിനക്ക് ആ വീടാണോ നിധി എന്ന് ഹേമ ചോദിക്കുന്നത് കേൾക്കെ, അമ്മേ, ഞാൻ ആ വീടിനെ കുറിച്ച് പറയുന്നത് പോലുമില്ല. ഇന്ന് ഞാൻ വന്നത് എന്റെ സർട്ടിഫിക്കറ്റ്സ് തിരികെ വാങ്ങിക്കാനാ. അതെനിക്ക് തിരികെ തരണം. ദയവ് ചെയ്ത് എന്റെ സർട്ടിഫിക്കറ്റ്സും ആധാർ കാർഡും പാൻ കാർഡും എനിക്ക് വേണം അമ്മേ. എന്നോട് നിങ്ങളൊക്കെ പുറത്തുനിന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഇവിടെ ഇരിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ്സ് മാത്രം തിരിച്ചു തന്നാ മതി, ഞാൻ പോയിക്കോളാം. നിധി വീണ്ടും തീർത്തു പറയുന്നുണ്ട്. അവൾ പറയുന്നത് സഹിക്കാനാവാതെ ഹേമ രാജീവിന്റെ അടുത്തേക്ക് ചെന്ന്, എന്താ രാജീവേട്ട ഇത്? നമ്മൾ പറയുന്നതൊന്നും ഇവൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പറഞ്ഞ പല്ലവി തന്നെ വീണ്ടും വീണ്ടും. നിങ്ങളെന്താ ഒരു വാക്കുപോലും മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് രാജീവേട്ടാ എന്ന് ഹേമ ചോദിക്കുമ്പോഴേക്കും രാജീവും അവളുടെ അടുത്തേക്ക് നടന്നു ചെന്ന്, ഇങ്ങനൊരു മകളില്ലെന്ന് അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കോല് മുറച്ചിട്ടതാ ഞാൻ. പിന്നെ ഈ വീട്ടിൽ കാലുകുത്താൻ സമ്മതിച്ചത് അത് നിന്റെ അമ്മയുടെ കണ്ണീര് കണ്ടതുകൊണ്ട് മാത്രമാ. ആ കണ്ണീരിന്റെ വില നിനക്ക് മനസ്സിലാവുന്നില്ല. ഉണ്ടെങ്കിൽ നീ ഈ നിമിഷം ഇങ്ങനെ പെരുമാറുമായിരുന്നില്ല. നീ ഈ കുടുംബത്തോട് ചെയ്തത് വലിയ ചതിയാ.
എന്നാലും ആ ദ്രോഹം ഞങ്ങള് മറക്കാനും പൊറുക്കാനും തയ്യാറാ. നിന്റെ കഴുത്തിൽ അവൻ കെട്ടിയ താലി നീ ഊയെറിഞ്ഞ് തിരിച്ചു വന്ന അങ്ങനൊരു വിവാഹമേ നടന്നിട്ടില്ലെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ ഇപ്പോഴും തയ്യാറാ. നിനക്ക് ഒരു ദിവസം കൊണ്ട് വിവാഹം കഴിക്കാൻ കഴിയുമെങ്കിൽ എനിക്കൊരു ദിവസം കൊണ്ട് ഡിവോഴ്സ് വാങ്ങി തരാനും പറ്റും എന്ന് രാജീവ് പറയുമ്പോഴേക്കും സൂര്യ ഇവിടെ തന്നെ ഉണ്ടച്ചാ, ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു പോയിട്ടില്ല, ഇപ്പോ ഇവിടേക്ക് വരും എന്ന് അരുൺ പറയുന്നത് കേൾക്കെ നിധിയും ആകെ പരിഭ്രാന്തിയാവുന്നുണ്ട്. അപ്പോഴേക്കും സൂര്യയുടെ കാർ നിധിയുടെ വീടിന്റെ ഗേറ്റിന് മുന്നിലെത്തിയിരുന്നു. ഗേറ്റും പിടിച്ച് അകത്തേക്ക് നോക്കി നിൽക്കുന്ന നികേഷിനെ കണ്ട് ഗ്ലാസ് താഴ്ത്തി നീ ആരടാ എന്ന് സൂര്യ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് സൂര്യയെ തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം നികേഷിന് ഓർമ്മ വരുന്നത്. ആ കാര്യങ്ങളൊക്കെ ഓർത്തവൻ ചിരിയോടെ നിൽക്കുമ്പോഴേക്കും എന്താടാ ഗേറ്റിന് മുന്നിൽ നിന്ന് ഇളിക്കുന്നേ എന്ന് സൂര്യ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്റെ ഏട്ടത്തിയമ്മയ്ക്ക് കൂട്ടുവന്നതാണെന്ന് നികേഷ് പറയുമ്പോ ആർക്ക് എന്ന് സൂര്യയും, എന്റെ സുധീഷേട്ടന്റെ ഭാര്യ നിധി സുധീഷ് എന്ന് പറഞ്ഞവൻ ചിരിയോടെ മമ്മി ഐ ആം ട്രാപ്ഡ് എന്ന് പറയുന്നുണ്ട്. അത് കേട്ട സൂര്യയും ദേഷ്യത്തോടെ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് എടാ അത് ശരി, അന്ന് ആ ടീമിലുണ്ടായിരുന്നത് നീയും കൂടി ആയിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മാത്രമല്ല എന്റെ 2 ചേട്ടന്മാര് കൂടി ഉണ്ടായിരുന്നു. ഈ കിളിക്കൂട്ടിലെ ബ്രദേഴ്സ് അങ്ങനെയാ, ഒരു കാര്യം വന്നാലേ ഞങ്ങൾ 4 പേരും കട്ടയ്ക്ക് നിൽക്കും. നികേഷ് പറയുന്നത് കേട്ട് യു ബ്ലഡി എന്ന് പറഞ്ഞ് സൂര്യ കയ്യൊങ്ങുമ്പോഴേക്കും അതൊന്നും വേണ്ട, ഒരിക്കൽ കൂടി പൊക്കിക്കൊണ്ടു പോവാനേ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് നികേഷ് പറയുമ്പോഴേക്കും സൂര്യ കൈ പിൻവലിച്ചോണ്ട് മാറടാ എന്ന് അലറിക്കൊണ്ട് ആ ഗേറ്റ് തള്ളി തുറക്കുന്നുണ്ട്. അവിടെ നിധിയും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നത്? ഞാൻ വന്നത് സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമാ, എനിക്കത് മാത്രം മതി, വേറൊന്നും എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണ്ട. കുട്ടികൾക്ക് ദേഷ്യത്തോടെ അരുണും അങ്ങോട്ട് വന്ന് അത് ശരി, അപ്പോ നിനക്ക് അവനാണ് വലുതല്ലേ, അവന്റെ കുടുംബമാണ് വലുതല്ലേ, അവിടെ ഇത്രമാത്രം എന്ത് കണ്ടിട്ടാ നിധി, അതൊരു കുടുംബമാണെന്ന് പറയാൻ പറ്റുമോ? കുടുംബത്തിൽ പിറന്നൊരു കുട്ടിക്ക് താമസിക്കാൻ പറ്റിയ ഒരു വീടാണോ അത്? അങ്ങോട്ട് തന്നെ പോണമെന്ന് വാശി പിടിക്കാൻ മാത്രം എന്താ അവിടെ ഉള്ളത്? അടക്കത്തിലും ഒതുക്കത്തിലും ഇതിനകത്ത് ഇരുന്നോണം നീ എന്ന് അരുൺ ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തുമ്പോഴേക്കും സൂര്യയും തന്റെ കാറുമായി അകത്തേക്ക് കടന്ന് ശരിയാക്കി തരടാ എന്ന് നികേഷിനോടായി പറയുന്നുണ്ട്. മീ ഐ ആം ട്രാപ്ഡ് എന്ന് നികേഷ് വീണ്ടും വിളിച്ചു പറയുമ്പോഴേക്കും സൂര്യ അകത്ത് കൊണ്ടുപോയി കാർ നിർത്തി അതിന്നിറങ്ങി വന്ന് ദേഷ്യത്തോടെ ആ ഗേറ്റ് വലിച്ചടയ്ക്കുന്നുണ്ട്. ഇവിടെ ഹേമയും നിധിയോടായി മോളെ അമ്മ പറയുന്നതൊന്നും കേൾക്ക്, നിന്റെ നല്ലതിനു വേണ്ടിയാ അമ്മ പറയുന്നത്, അങ്ങനൊരു വീട്ടിൽ നീ കഴിയുന്നതിനെ കുറിച്ച് ചിന്തിച്ച് എനിക്ക് നീറി മരിക്കാൻ വയ്യ മോളെ, അമ്മ പറയുന്നത് കേൾക്ക് മോളെ, അമ്മയുടെ പൊന്നു മോളല്ലേ, നോക്ക് ഈ സർട്ടിഫിക്കറ്റും ജോലിയും ഒന്നും നമുക്ക് വേണ്ട, നീ ഇനി മുതൽ ആ വീട്ടിലേക്ക് പോവുകയും വേണ്ട, അച്ഛൻ പറഞ്ഞില്ലേ നിനക്ക് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങി തരാമെന്ന്, അത് മതി, നീ ഇവിടെ നിന്നാ മതി, നിന്റെ എല്ലാ കാര്യങ്ങളും അച്ഛൻ നോക്കിക്കോളും എന്ന് ഹേമ നിധിയോടായി പറയുമ്പോഴാണ് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. സൂര്യയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അരുണും അങ്ങോട്ട് പോകുന്നുണ്ട്. ആ സമയത്താണ് പുറത്ത് നിൽക്കുകയായിരുന്ന നികേഷിന്റെ മൊബൈൽ റിംഗ് ചെയ്യുന്നത്. സുധീഷാണെന്ന് കണ്ട് അവൻ കോൾ എടുക്കുമ്പോഴേക്കും എവിടെയുണ്ടിപ്പോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഞാൻ ഏട്ടത്തിയുടെ വീടിന്റെ മുന്നിലെന്ന് നികേഷ് പറയുമ്പോൾ നിധി കൂടെ ഇല്ലെന്ന് സുധീഷും. ഇല്ല വീടിനകത്താണെന്ന് നികേഷും. അപ്പോ നീ എവിടെയാണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഞാൻ ഗേറ്റിന് വെളിയിലെന്ന് നികേഷും. വെളിയിലോ, നിനക്ക് അകത്തേക്ക് പോവാൻ പാടില്ലായിരുന്നോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതിനവര് വിളിക്കണ്ടേ, എന്നോട് പുറത്തു പോയി നിൽക്കാൻ പറഞ്ഞു, ഞാൻ ദേ പുറത്തു വന്നു നിന്നു, ഏടത്തി അവർ അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് നികേഷ് പറയുന്നുണ്ട്. എടാ അവിടെ എന്താ നടക്കുന്നെന്ന് അറിയണ്ടേ, അതിനല്ലേ നിന്നെ ഞാൻ കൂടെ അയച്ചത് എന്ന് നികേഷ് ചോദിക്കുമ്പോൾ അവരുടെ വീട്ടിലേക്ക് അവര് കയറേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ എന്ന നികേഷിന്റെ ചോദ്യം കേട്ട് കയറേണ്ടെന്ന് പറഞ്ഞോ, ആര് പറഞ്ഞെന്ന് സുധീഷും. ഏടത്തിയുടെ അമ്മയാണെന്ന് തോന്നുന്നു, ഏടത്തി ആകെ വല്ലാതായി, പിന്നെ ഞാൻ നൈസായിട്ട് പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞ് ഗേറ്റിനടുത്തേക്ക് ചെന്ന് ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് പിന്നൊരു കാര്യം കൂടിയുണ്ട്, നമ്മളന്ന് പൊക്കിയില്ലേ ഏടത്തിയെ കെട്ടാനിരുന്ന ആ ഓസ്ട്രേലിയൻ കങ്കാരു അവൻ വന്നിട്ടുണ്ടല്ലോ എന്ന് നികേഷ് പറയുന്നുണ്ട്. യോ അവനോ, എടാ അവൻ എന്തിനാടാ അങ്ങോട്ട് വന്നേ എന്ന് സുധീഷ് ടെൻഷനോടെ ചോദിക്കുമ്പോ ആർക്കറിയാമെന്ന് നികേഷും. സുധീഷും ടെൻഷനോടെ എടാ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുന്ന എനിക്ക് പേടിയാവുന്നടാ എന്ന് പറയുമ്പോൾ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല, കാര്യങ്ങളൊക്കെ നോർമലായിട്ടാ നടക്കുന്നേ, ഇനി കാര്യങ്ങൾ കൈവിട്ടു പോയാൽ ഞാൻ അറിയിക്കാമെന്ന് നികേഷ് പറയുന്നുണ്ട്. എടാ നികേഷേ എന്നാലും അത് എന്ന് സുധീഷ് ആദ്യയോടെ പറയുമ്പോ പേടിക്കാനൊന്നുമില്ല സുധീഷേട്ടാ, ഏടത്തി തിരിച്ചു വന്നാൽ ഞാൻ അപ്പൊ തന്നെ വിളിക്കാം, ഇപ്പൊ സമാധാനമായിട്ടിരിക്കെ, ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞ് നികേഷ് കോൾ കട്ട് ചെയ്യുമ്പോഴേക്കും എടാ വെക്കല്ലടാ വെക്കല്ലേ, വെച്ചോ, ഇവിടെ എന്തിനാ അങ്ങനെ പുറത്തു നിർത്തിയിരിക്കുന്നേ എന്ന് പറഞ്ഞ് സുധീഷും ടെൻഷനോടെ നിൽപ്പുണ്ട്. അവിടെ സൂര്യ അപ്പോഴേക്കും നിധിയുടെയും കൂട്ടരുടെയും അടുത്തേക്ക് എത്തുന്നുണ്ട്. എല്ലാവരെയും ചിരിയോടെ നോക്കിക്കൊണ്ട് അങ്കിൾ എല്ലാവരും എന്താ സൈലൻസ് ആയിരിക്കുന്നേ, ഞാൻ വന്നതുകൊണ്ട് നിർത്തിയതാണോ, സംസാരിക്കേ, എന്നാൽ മാത്രമേ നമുക്ക് നിധിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാവൂ എന്ന് പറയുമ്പോഴേക്കും അവരാരും ഒന്നും മിണ്ടാതെ നിൽക്കണ കണ്ട് അല്ലെങ്കിൽ ഞാൻ സംസാരിക്കണോ എന്ന് സൂര്യ ചോദിക്കുന്നുണ്ട്. അരുണും സൂര്യയെ വിളിച്ച് വേണ്ടാന്ന് തലയാട്ടുന്നുണ്ട്. സാരമില്ല അരുൺ, എനിക്ക് സ്റ്റെബോൺ ആയ കുട്ടികളെയൊക്കെ വളരെ ഇഷ്ടമാണ്, ബിക്കോസ് എന്റെ മമ്മിയും വളരെ സ്റ്റെബോൺ ആയിരുന്നു, വി ഡു ലൈക്ക് സ്റ്റെബോൺ ലേഡീസ് എന്ന് അരുണിനോടായി പറഞ്ഞ് നിധിയോടായി നിധി ഞാനും അരുണും കൂടി കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞു, നീ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വന്നൊന്നറിഞ്ഞു, ആക്ച്വലി നിധി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, അച്ഛനമ്മമാർ പറഞ്ഞത് കേട്ടങ്ങ് ജീവിക്കേ എന്ന് പറയുമ്പോഴേക്കും നിധി ദേഷ്യത്തോടെ താൻ ആരോടോ എന്നോട് സംസാരിക്കാൻ എന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട്. സൂര്യയും പതർച്ചയോടെ ഞാൻ എന്ന് പറയുമ്പോഴേക്കും താൻ ആരാണെന്ന് നിധി വീണ്ടും ചോദിക്കുമ്പോൾ നിധി ഐ വാസ് യുവർ ഫിനാൻസേ
യെസ് യു വേർ. പക്ഷേ അത് നിശ്ചയിച്ചത് ഞാനായിരുന്നില്ല. എന്റെ കൂടെ വന്നൊരു പയ്യൻ ഗേറ്റിന് പുറത്തു നിൽപ്പുണ്ട്. എന്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്ഥാനം പുറത്താണെങ്കിലേ എന്റെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനവും അവിടെയാ. മനസ്സിലായോ എന്ന് നിധി ചോദിക്കുന്ന കേട്ട് സൂര്യയും ആകെ പതറിപ്പോകുന്നുണ്ട്. അരുണും ദേഷ്യത്തോടെ നിധി മതി വായടക്കി എന്ന് പറയുമ്പോ അരുണേട്ടനും അച്ഛനും അമ്മയ്ക്കും എന്തും എന്നോട് പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷേ അതിനിടയിലേക്ക് ഇങ്ങനെ ചില ആളുകളെ കെട്ടിയിറക്കാൻ നോക്കിയാലേ എനിക്ക് ഇങ്ങനെ തന്നെ സംസാരിക്കേണ്ടി വരും എന്ന് നിധിയും ഒച്ചയെടുക്കുമ്പോ എന്താ ഇതരുൺ, ഇവൾക്കെന്താ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്തെ എന്ന് സൂര്യയും ചോദിക്കുന്നുണ്ട്. നിധിയും അമ്മയോടായി അമ്മേ, നിങ്ങൾക്കാർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഈ വീട് വിട്ട് ഞാൻ പോകാനുള്ള കാരണം വ്യക്തമായി നിങ്ങളോട് പറഞ്ഞിട്ടും അതേ കാരണക്കാരനെ തന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നു. എന്നിട്ട് എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്തമ്മേ ഇതെല്ലാമെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും രാജീവും കള്ളം പറയരുത് നിധി, നിനക്ക് സൂര്യയെ ഇഷ്ടമല്ലാത്തോണ്ടല്ല, ആ ഡ്രൈവറെ ഇഷ്ടമായോണ്ടാ ഈ വീട് വിട്ടു പോയത് എന്ന് രാജീവ് പറയുമ്പോഴേക്കും ദാറ്റ്സ് എ പോയിന്റ്, കറക്റ്റ് എന്ന് സൂര്യയും ആവേശത്തോടെ പറയുന്നുണ്ട്. ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കുന്നുമില്ല. എന്റെ സർട്ടിഫിക്കറ്റ്സും ID പ്രൂഫും മാത്രം നിങ്ങൾ എനിക്ക് തന്നാ മതി. ഞാൻ അതുമായിട്ട് മടങ്ങിക്കോളാം. നിധി ദേഷ്യത്തോടെ പറയുമ്പോ നീ വീണ്ടും എന്നെ അപമാനിക്കാൻ വന്നതാണോ? അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നീ എന്നെ അപമാനിച്ചു. അതിനുശേഷം എല്ലാം മറക്കാനും പൊറുക്കാനും നിന്റെ അമ്മ കാല് പിടിച്ച് അപേക്ഷിച്ചതുകൊണ്ടാ നീ വരുമ്പോ ഞാൻ ഉണ്ടാവുമെന്ന് സമ്മതിച്ചത്. അപ്പോഴും സർട്ടിഫിക്കറ്റ് വാങ്ങി തിരിച്ചുപോയി ആ വൃത്തികുട്ടവന്റെ കൂടെ ജീവിക്കുമെന്ന് വാശി പിടിച്ച് നീ വീണ്ടും എന്നെ നാണം കെടുത്തല്ലേ എന്ന് രാജീവ് ചോദിക്കുന്നത് കേട്ട് എക്സാക്ട്ലി അങ്കിൾ, ദിസ് ഈസ് സോ റെഡിക്കുലസ് എന്ന് സൂര്യ വീണ്ടും വിളിച്ചു പറയുന്നുണ്ട്. ഹേമയും ആകെ ടെൻഷനോടെ ഇല്ല രാജീവേട്ടാ, അവൾ അവളുടെ വിഷമം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. നമ്മുടെ മോളല്ലേ അവള്. നമ്മൾ അനുഭവിക്കുന്ന സങ്കടം എന്താണെന്ന് അവൾക്ക് അറിഞ്ഞൂടെ? അവൾ എങ്ങോട്ടും ഇനി പോവില്ല അല്ലേ മോളെ എന്ന് നിധിയോടായി ചോദിച്ച് ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്ന് എന്റെ മോള് നമ്മളുടെ വാക്കുകൾ കേൾക്കും. അവൾ ഈ വീട്ടിൽ താമസിക്കും അല്ലേ മോളെ എന്ന് ചോദിക്കുമ്പോ ഇല്ലമ്മേ, ഞാൻ പോവും. എനിക്ക് പോണം. ഞാൻ ഇവിടുന്ന് എന്ത് കാരണം പറഞ്ഞിറങ്ങിപ്പോയോ ആ അന്തരീക്ഷം ഒരു തരിമ്പ് പോലും ഇവിടെ മാറിയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ സംസാരിക്കുന്നത് ആ പഴയ ഭാഷ തന്നെയാ. അതേ ആവശ്യം തന്നെയാ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എന്ന് നിധി പറയുന്നത് കേൾക്കെ ആ ആവശ്യം ഒരു തെറ്റല്ലല്ലോ നിധി എന്ന് സൂര്യയും വീണ്ടും പറയുന്നുണ്ട്. നിധിയും അത് കേട്ട് ദേഷ്യത്തോടെ സൂര്യ നോക്കിക്കൊണ്ട് ഇത്രയായിട്ടും ഇയാളെ പോലൊരാള് എന്തിനാ എന്റെ ലൈഫിൽ ഇടപെടാൻ നോക്കുന്നതെന്ന് പോലും നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അരുണും ദേഷ്യത്തോടെ നിധി, നീ ഇത്രയും തെറ്റ് ചെയ്തു, നാട്ടുകാരുടെ മുന്നിൽ ഇത്രയും നാണം കെടുത്തി, നീയും നിന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ ആളാ സൂര്യ. ആ മനസ്സ് നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. അരുൺ പറയുമ്പോഴേക്കും സൂര്യയും അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. നിധിയും കേട്ടില്ലേ, ഇത്രയും നിങ്ങളെ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് പേടിയാ. എനിക്ക് പോണം. ഞാൻ ഉറപ്പായിട്ടും പോവും. ഇനി നിങ്ങളത് ഒരിക്കലും പുറത്തില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എന്റെ സർട്ടിഫിക്കറ്റ്സിനെ ഇവിടെ വെക്കേണ്ട കാര്യമില്ല. അതെനിക്ക് വേണം. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു വാങ്ങിയതാ. അത് മാത്രം എനിക്ക് മതി. ഞാൻ പോയിക്കോളാം. നിധി തീർത്തു പറയുമ്പോഴേക്കും രാജീവും അവളുടെ അടുത്തേക്ക് വന്ന് അപ്പൊ നീ സമ്മതിക്കില്ലല്ലേ? നിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു തന്നാലും അത് സമ്മതിക്കാൻ നിനക്ക് പറ്റില്ലല്ലേ? നിന്റെ മറുപടിയോട് പ്രതികരിക്കേണ്ട രീതി ഇങ്ങനെയല്ല. എന്നാലും അവസാനമായി നിനക്കൊരു ചാൻസ് കൂടി ഞാൻ തരാം. ഇതിലും കൂടുതൽ താഴാൻ എനിക്കിനി ആവില്ല. നിനക്ക് ഞാൻ ഡിവോഴ്സ് വാങ്ങിച്ചു തരാം. വീണ്ടും എന്റെ മകളായി നിനക്ക് ഈ വീട്ടിൽ കഴിയാം. എന്റെ ജീവിതത്തിൽ ഞാൻ നിനക്കു നേരെ വെച്ചു നീട്ടുന്ന അവസാനത്തെ ഔദാര്യമാത്. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നിനക്ക് തീരുമാനിക്കാം. നിന്റെ ജീവിതത്തിന് ഏതാണ് നല്ലത് ഏതാണ് ചീത്തയെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം എന്ന് രാജീവ് പറയുമ്പോ ആണോ അച്ഛാ, നിങ്ങൾക്കത് അറിയോ? എന്നിട്ടാണോ ഇതുപോലൊരാളെ എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചത്? നിധി ചോദിക്കുന്നത് കേട്ട് അരുൺ, സീ ദിസ് ഈസ് സംതിങ് റോങ് വിത്ത് മീ? ഐ ഡോണ്ട് തിങ്ക് സോ എന്ന് സൂര്യയും വിളിച്ചു പറയുന്നുണ്ട്. ഇത്രയും വിശദമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടും ഞാൻ ഈ വീട് വിട്ടു പോയത് ഒരു ഡ്രൈവറുടെ കൂടെ കല്യാണം കഴിച്ച് ഒളിച്ചോടി ജീവിക്കാനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ലെന്നല്ലേ അതിന്റെ അർത്ഥം? എന്റെ പഠിപ്പിൽ എനിക്ക് വിശ്വാസമുണ്ട്. അത് വെച്ച് ഞാൻ എവിടെയെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം. അതിനു വേണ്ടിയാ ഞാൻ ഇവിടുന്ന് പോകുന്നത്. എത്ര തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ നിങ്ങൾ അത് മാത്രം കേൾക്കുന്നില്ല. ദയവ് ചെയ്ത് എന്റെ സർട്ടിഫിക്കറ്റ്സ് തരൂ. അതിനുശേഷം ഞാൻ ഈ വീട്ടിലേക്ക് കടക്കാൻ പാടില്ലെന്ന് നിങ്ങൾ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റ്സ് എനിക്ക് വേണം. അത് കിട്ടിയ പിന്നെ നിങ്ങളുടെ കൺമുന്നിൽ പോലും ഞാൻ വരില്ലെന്ന് നിധി പറയുമ്പോ നിർത്ത്. ചെറിയ കുഞ്ഞുങ്ങളെ വാശി പിടിച്ച് നിലവിളിക്കും പോലെ നിലവിളിച്ചാ നിന്റെ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ചോ എന്ന് രാജീവ് ചോദിക്കുന്നത് കേട്ട് തിരിയോടെ നിൽക്കുന്ന സൂര്യയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.